ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഫ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ ആദ്യം മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഒരു ബാഡ് ഓർ ഗുഡ് ന്യൂസ് ഇല്ല. ഒരു ന്യൂസ് ഉള്ളതെന്ന് പറയുന്നത് റിലയൻസ് ജിയോയും റിലയൻസ് റീറ്റെയിലും ഇപ്പോൾ ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതൊരു IPO വന്നിട്ട് റിലയൻസ് അതിനെ സ്പ്ലിറ്റ് ആക്കും എന്നുള്ളൊരു മൈൻഡ് അവിടെ ഉണ്ടായിരുന്നു. അത് നടക്കാൻ സാധ്യതയില്ല എന്ന് റൈറ്ററിൻ്റെ ഒരു ജേർണലിസ്റ്റ് അത് കണ്ടുപിടിച്ച് അങ്ങനെ ഒരു ന്യൂസ് അവിടെ വെളിയിൽ വന്നു. അപ്പോൾ ആ ഒരു ന്യൂസ് നെഗറ്റീവായിട്ട് വലിക്കുകയും അത് റിലയൻസിനകത്ത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും സംഭവിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ അതിനെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട അതൊരു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവാണ്. അപ്പോൾ ഹെവി വെയ്റ്റ് സ്റ്റോക്കായിട്ടുള്ള റിലയൻസ് വീഴുമ്പോൾ അതിൻ്റെ ആ റിലയൻസ് വീഴുന്നതിൻ്റെ ഒരു പെർസെൻറ്റേജ്, അതായത് ഇപ്പോൾ റിലയൻസ് 1% വീഴുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിഫ്റ്റിയെ അത് 0.5% ബാധിക്കും. അതാണ് അതിൻ്റെ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ഞാൻ കൃത്യമായിട്ടുള്ള പെർസെൻറ്റേജ് അല്ല പറയുന്നത്, എക്സാമ്പിൾ പറഞ്ഞു തരുന്നതാണ്. അങ്ങനെ ഒരു പെർസെൻറ്റേജ്, ഏതോ ഒരു പെർസെൻറ്റേജ്, ചിലപ്പോൾ ഒരു 30% ആയിരിക്കാം, ചിലപ്പോൾ ഒരു 12% ആയിരിക്കാം. മാർക്കറ്റ് വീഴുന്നതിൻ്റെ 12% കോൺട്രിബ്യൂഷൻ റിലയൻസ് ആയിരിക്കും കൊടുത്തിരിക്കുക. ഇങ്ങനെയാണ് അതിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ വെയിറ്റേജ് ഇവിടെ നമ്മുടെ നിഫ്റ്റിയിൽ അഫക്റ്റ് ചെയ്യും. നമ്മുടെ 25,500 ബ്രേക്ക് ചെയ്യപ്പെടുകയും ചെയ്തു. ഓക്കെ, ആ 25,500 ബ്രേക്ക് ചെയ്യപ്പെട്ട് താഴേക്ക് വന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ നമ്മൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നല്ലേ, ഒരു ഫ്ലാഗ് ബ്രേക്ക് ഔട്ടിനെ കുറിച്ച് നമ്മളവിടെ പറയുന്നുണ്ട്. ആ ഫ്ലാഗ് ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ ഇന്നലെ രാവിലെയും ഞാൻ രാവിലെയും ഞാൻ പറഞ്ഞതാണ്. ഈ ഒരു ഫ്ലാഗ് ഡ്രോ ചെയ്തിട്ട് ഫ്ലാഗിൻ്റെ ഹയർ സൈഡ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ 25,600 അവിടെ പാറ്റേൺ ബ്രേക്ക് ഔട്ട് മാത്രമല്ല, അവിടുത്തെ ലിക്വിഡിറ്റി ബ്രേക്ക് ഔട്ട് കൂടെ വരണം. ആ ലിക്വിഡിറ്റി ബ്രേക്ക് ഔട്ട് വരണമെങ്കിൽ 25,600 മേളിൽ നമ്മൾ കയറിയിരിക്കണം എന്നുള്ളതാണ് നമ്മളവിടെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു മൊമെൻറ്റം വരാത്തത് കാരണം മാർക്കറ്റ് വീണ്ടും ആ ഒരു ഒഴുക്കം മട്ടിൽ ഇപ്പോൾ ഒരു മാർക്കറ്റ് ഒരു സൈഡ് വൈസ് ഏരിയ ഒരു സ്വിങ് എടുത്തിരിക്കുകയാണ്. ഇതൊരു ഹൈ ആയിട്ടും ഇതൊരു ലോ ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് 50% ഇതൊരു നമുക്ക് വേണമെങ്കിൽ ഒരു സിമെട്രിക് ട്രയാങ്കിളായിട്ട് പിന്നീട് ഭാവിയിൽ വരച്ചേക്കാം എന്നുള്ളതാണ് അവിടെ എൻ്റെ കാൽക്കുലേഷൻ. നോട്ട് ഷുവർ, ഇങ്ങനെ തന്നെ പോവും. ഇന്ന് എക്സ്പയർ ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ വോളറ്റൈലിറ്റി താഴേക്ക് ഈ ഒരു ലോയിലേക്കും വരാം, ഈ ഒരു ഹൈയിലേക്കും വരാം എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. മാർക്കറ്റ് അത് ഡിസിഷൻ എടുക്കുന്നത് മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ട്രേഡേഴ്സാണ്. ഞാനോ നിങ്ങൾക്കോ അതിൽ പ്രത്യേകിച്ച് പങ്കില്ല. മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഹൈ ക്യാപിറ്റൽ പ്ലെയേഴ്സാണ് അതിനെ ഡിസൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സോ ഗോ വിത്ത് ദ ഫ്ലോ, അത്രയേ ഉള്ളൂ. അതിനകത്ത് ആ ട്രെൻഡ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ട്രേഡ് കിട്ടും. ഇന്നലെ ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് എപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ആദ്യത്തെ ഈ ഒരു സെഷനിൽ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. മാർക്കറ്റ് വീഴുന്ന സെഷനിൽ ഞാൻ മാർക്കറ്റിനകത്ത് ഇല്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റിലത്തെ ഒരു ചെറിയൊരു ബുള്ളിഷ്നെസ്സിൽ ഒരു ട്രേഡ് എടുത്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെറിയൊരു പ്രോഫിറ്റ് എടുത്തിട്ട് വെളിയിൽ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തിരിച്ച വീഴ്ച ഉച്ചയ്ക്ക് ശേഷം ഞാൻ ട്രേഡ് ചെയ്യാറില്ല, അതുകൊണ്ട് ഞാൻ അതിൻ്റെ പുറത്ത് ഇരുന്നിട്ടില്ല. ഉച്ചവരെയുള്ള 1 o'clock ആ ട്രേഡ് തീർന്നു. വലിയ മൊമെൻറ്റം കിട്ടാത്തത് കാരണം അതിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഓൾമോസ്റ്റ് 40 points എങ്ങാണ്ടാണ് അത് ഗ്രാബ് ചെയ്തതെന്ന് തോന്നുന്നു. മൊമെൻറ്റം തന്നെ അത്രയേ ഉള്ളൂ. മാർക്കറ്റ് അങ്ങനെയാണ്. മാർക്കറ്റ് ഡോർമെൻ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണോ അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കുക. മാന്യമായിട്ടുള്ളൊരു പ്രോഫിറ്റ് കിട്ടിയാൽ നിർത്തുക എന്നുള്ളതേ ഉള്ളൂ. പിന്നീട് ഈ സൈഡ് വരുമ്പോൾ കയറിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കാണാറില്ല ഞാൻ പേഴ്സണലി. 1 മണിക്ക് ശേഷം 12 മണിക്ക് ശേഷം 11 മണിക്ക് ശേഷം തന്നെ മാർക്കറ്റിൽ ഇരിക്കാറില്ല. ഇന്നലെ മാർക്കറ്റിൽ ട്രേഡ്സ് ഇപ്പോൾ മാറി വരുന്ന ഒരു മാർക്കറ്റിൻ്റെ സാഹചര്യം യൂറോപ്യൻ മാർക്കറ്റിനെ കൂടെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇത് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് കൂടെ യൂസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു 12:30-ക്കും 1:30-ക്കും ഇടയിൽ കൂടെ ആ ഒരു മൊമെൻറ്റം കിട്ടുന്നുണ്ട്. രാവിലത്തെ 1 മണിക്കൂറും പിന്നീട് ആ ഒരു 12:30-1:30 മണിയുടെ ഇടയിലുള്ള ഒരു മൊമെൻറ്റം കൂടെ മാർക്കറ്റിലുണ്ട്. പിന്നെ ഉള്ളത് ഫൈനൽ കലാശക്കൊട്ടെന്ന് പറയുന്ന ലാസ്റ്റിലത്തെ ഒരു 1 അവറിനകത്ത് ഒരു മൊമെൻറ്റം വന്നാലേ ഉള്ളൂ. ആ ഒരു മൊമെൻറ്റം ഇന്നലെ വന്നു, സാധാരണ വരാറില്ല. അപ്പോൾ ഇന്നലെ വന്നത് റിലയൻസ് കാരണമാണ്, അല്ലാണ്ട് നിഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സംഭവിച്ചത്. അപ്പോൾ മാർക്കറ്റിൽ സെയിം നമ്മുടെ ലെവൽസ് അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. കുറച്ചുകൂടെ സ്ലോ ആവുന്നുണ്ട് മാർക്കറ്റ്, കുറച്ചുകൂടെ സ്ലോ ആവുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഒരു കൺസോൾട്ടേഷൻ ഫേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു ഏരിയ തന്നെ മാർക്കറ്റിൻ്റെ കൺസോൾട്ടേഷൻ ഏരിയ ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് 24,600 to 24,400 റേഞ്ച് തന്നെ ഓൾറെഡി ഒരു നല്ലൊരു സോണാണ്. ഈ ഒരു 200 point റേഞ്ച് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. വേണമെങ്കിൽ അതിനൊരു 300 point ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബഫർ ഇട്ട് കൊടുക്കാം. ഈ ലോയും ഈ ഹൈയും വേണമെങ്കിൽ എടുത്തിട്ട് ഇതിനുള്ളിൽ ചെറിയ മൊമെൻറ്റം
എടുക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു 1-2 ആഴ്ച മാർക്കറ്റ് ഇങ്ങനെ തന്നെ പോകാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ജെയിൻ സ്ട്രീറ്റിന് പിടിവീഴുന്ന സ്ഥിതിക്ക് ബാക്കിയുള്ളവർക്കൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ട്. അവരും ഇതേ സ്ട്രാറ്റജി അവർക്ക് അറിയാം, അപ്പോൾ അവരും ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അവർ ആ സ്ട്രാറ്റജി തൽക്കാലത്തേക്ക് കട്ട് ഡൗൺ ചെയ്യുമ്പോൾ അടുത്തിനി എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ കാരണം അവർ പലപ്പോഴും ട്രേഡ് എടുക്കാതെ മാറി നിൽക്കാറുണ്ട്. അവർക്ക് മിസ്സായി പോകാറുണ്ട്. ഇല്ലെങ്കിൽ വേണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എന്താ ഇനി സംഭവിക്കാൻ പോകണമെന്ന് കണ്ടിട്ട് ചെയ്യാം എന്നുള്ള ഒരു സിറ്റുവേഷനാണ് അവരെടുത്തിരിക്കുന്നത്. നമ്മളും പേഴ്സണലി അങ്ങനെ തന്നെ ചിന്തിക്കുന്നത്. എന്താ അവർ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിയിട്ട് നമുക്കും ഡിസൈഡ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനിടയിൽ നല്ല 1-2 ട്രേഡ്സ് കിട്ടുമ്പോൾ എടുത്തിരുന്നത്. മറ്റേത് നമ്മൾ ഡെയിലി 1 മണിക്കൂറിനകത്ത് നമ്മൾ 7-8 ട്രേഡ് എടുത്തിരുന്ന സമയത്ത് ഇന്ന് 1-2 ട്രേഡ് മാത്രമേ ഒരു ദിവസം എടുക്കുന്നുള്ളൂ. ബട്ട് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓക്കെ. വി ഹാവ് ടു അഡാപ്റ്റ് ഓൺ മാർക്കറ്റ് കണ്ടീഷൻസ്. ആ ഒരു സംഭവമാണ് അവിടെ ഒരു ട്രേഡറിന് പ്രോഫിറ്റബിലിറ്റിയിൽ നിർത്തിയിരിക്കുക. സോ ഇടയ്ക്ക് ലോസ് വരുമ്പോഴും ഇടയ്ക്ക് പ്രോഫിറ്റ് വരുമ്പോഴൊക്കെ തിങ്ക് ചെയ്യുക, ഈ പ്രോഫിറ്റ് എൻ്റെതാണോ, ഈ ലോസ് ഞാൻ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിരുന്നോ, ഇല്ലെങ്കിൽ എൻ്റെ മിസ്റ്റേക്ക് കാരണമാണോ, അതോ അവിടെ മാനിപ്പുലേഷൻ നടക്കുന്ന കാരണമാണോ എന്നുള്ളത് ഇടയ്ക്ക് പലപ്പോഴും ഞാൻ എൻ്റെ എൻ്റെ നിയർ ബൈനോട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പലപ്പോഴും മാർക്കറ്റ് എക്സ്പയറി ഡേയിൽ സ്ട്രാറ്റജീസ് വർക്ക് ചെയ്യാറില്ല, എക്സ്പയറി ഡേയിൽ പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യാറില്ല. അപ്പോൾ ആസ് എ പ്രൈസ് ആക്ഷൻ ട്രേഡർ, പ്രൈസ് ആക്ഷൻ ഫെയിലാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിങ് സ്ട്രാറ്റജി അല്ല അവിടെ ഫെയിലാകുന്ന, സ്ട്രാറ്റജിയെ ബ്രേക്ക് ചെയ്യുന്ന എന്തോ അവിടെ ഉണ്ട്. പക്ഷെ നമുക്കറിയില്ല. അതിപ്പോൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ജെയിൻ സ്ട്രീറ്റ് പോലുള്ള ഒരു ആളോട് നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. ജീവിതത്തിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള 80% ലോസും ഒരൊറ്റ ദിവസം, ഒരാഴ്ചയിൽ ഒരു ദിവസത്തിലായിരിക്കും. അത് എക്സ്പയറി ഡേയിലാണ്. അത് കഴിഞ്ഞ ഇത്രയും ദിവസത്തിനിടയിൽ, ഈ കഴിഞ്ഞ ഒരു 2 വർഷത്തിനിടയിൽ എൻ്റെ ട്രേഡിൻ്റെ 95% ലോസസും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരേ ഒരു ദിവസം എന്ന് പറയുന്നത് ഈ പറയുന്ന എക്സ്പയറി ഡേയിലാണ്. സോ അതേ സംഭവം തന്നെയാണ് ലാസ്റ്റിൽ വരുന്നത്. അപ്പോൾ എന്നിട്ടും നമുക്ക് ഇത്രയും സർവൈവ് ചെയ്ത് വരാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ അലോക്കേഷൻ, അതായത് നമ്മുടെ ഫണ്ട് അലോക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച്, നമ്മൾ ഒരിക്കലും ഓപ്ഷൻ ട്രേഡിങ്ങിൽ നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഒരു ചങ്ക് ഓഫ് ക്യാപിറ്റൽ നമ്മളവിടെ ഡിപ്ലോയ് ചെയ്യാൻ പാടില്ല എന്നുള്ള ബേസിക് തത്വത്തിനകത്താണ് ഇന്നും നമുക്ക് സർവൈവ് ചെയ്ത് നമ്മൾ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് കയറി വരാൻ പറ്റുന്നത്. എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു തിരിച്ച് വരവിന് സാധ്യതയുള്ളത് ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഒരുപാട് ഡെപ്തിലേക്ക് പോകുന്നുണ്ട്. ഞാൻ സാധാരണ സ്റ്റുഡൻസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. മാർക്കറ്റ് സൈഡ് വേസ് ആണ്. ഇതിനിടയ്ക്ക് നല്ല സ്വിങ് ട്രേഡ്സ് വരുവാണെങ്കിൽ അതിനകത്ത് ട്രേഡ് ചെയ്തിരുന്നാൽ മതി. സ്വിങ്ങിനും വലുതായിട്ട് മൂവ്മെൻറ്റ് വരുന്നില്ല, കുഴപ്പമില്ലാത്ത 1-2 മൂവ്മെൻറ്റ് വരുന്നുണ്ട്. 1-2 സ്റ്റോക്സ് തട്ടി തെറിച്ചും കുറേ സ്റ്റോക്സ് 10-15% മേളിൽ കയറിപ്പോയിട്ടുണ്ട്. അതിലൊരു സ്റ്റോക്ക് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ബാക്കി ഏതാണ്ട് എല്ലാം 1-2% മൂവ്മെൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. മാർക്കറ്റ് ലിറ്ററലി സൈഡ് വേസ് പോകുമ്പോൾ സ്റ്റോക്സ് ഒരു 5% മേളിൽ പോകാനുള്ള സാധ്യത കുറവാണ്. പിന്നെ എന്തെങ്കിലും സൈക്ലിക്കൽ സ്റ്റോക്സിലുണ്ടായാലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇനിയും ബെറ്റർ ആകുന്നത് വരെ ഹൈ ഇൻറ്റൻസിറ്റി, ഹൈ അഗ്രസീവ് ട്രേഡ്സിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. സോ മേക്ക് യുവർ ഓൺ ഡിസിഷൻ. നല്ല ട്രേഡ്സിൽ മാത്രം എൻ്റർ ചെയ്യുക, അല്ലാത്ത സമയത്ത് മിണ്ടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മാർക്കറ്റ് ബ്രേക്കൗട്ട് ആവട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ട്രേഡ് സേഫ്, ടേക്ക് കെയർ.